Urey-Miller experiment. In 1952, Stanley Miller is under guidance of Harold Urey. യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിൽ ഹെറോൾഡ് യുറേൻ്റെ അണ്ടറിലാണ് സ്റ്റാൻലി മില്ലർ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് എക്സ്പെരിമെൻ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്നും ഓർഗാനിക് ആയിട്ടുള്ള ഒരു മോളിക്യൂൾസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മളുടെ പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, അതായത് ഹൈ ടെമ്പറേച്ചർ, സോ ഇവിടെ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു വാട്ടർ ബോയിൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഹൈ ടെമ്പറേച്ചർ കൊടുത്തു. ആൻഡ് ഇവിടെ മീതെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ, ഈ 4 ഗ്യാസസും ഇവരെന്ത് ചെയ്തു, ഈ ഒരു കണ്ടെയ്നറിനുള്ളിൽ ഈ ഗ്യാസസ് ഫില്ല് ചെയ്തു. സോ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇതിലൂടെ സ്റ്റീം ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, സോ ഈ വാട്ടർ വേപ്പർ ഗ്രാജുവലി ഈ ഒരു കണ്ടെയ്നറിൽ മിക്സ് ചെയ്യും, ഈ ഒരു ഗ്യാസസുമായിട്ട് മിക്സ് ചെയ്യും. സോ ഇവിടെ നമുക്ക് സോഴ്സ് ഓഫ് എനർജിയുടെ ആവശ്യമുണ്ട്. അവിടെ നമ്മൾ പ്രിമിറ്റീവ് എർത്തിൽ എങ്ങനെയായിരുന്നു സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്? സൺലൈറ്റും ലൈറ്റനിങ്ങും തണ്ടറും വോൾക്കാനിക് ഇറപ്ഷൻസും ഒക്കെ ആയിരുന്നു സോഴ്സ് ഓഫ് എനർജി. സോ ഇൻ ദ കേസ് ഓഫ് ഹിയർ ഇവിടെ നമ്മൾ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യുന്നതാണ്. സോ ഇവിടെ 2 ഇലക്ട്രോഡിൻ്റെ ഹെൽപ്പോട് കൂടെ ഇവിടെ ഒരു എനർജി പാസ് ചെയ്തു. അങ്ങനെ ഈ ഒരു വാട്ടർ വേപ്പർ ഇതിലൂടെ മിക്സ് ചെയ്ത് ഈ ഒരു ഗ്യാസസുമായിട്ട് മിക്സ് ചെയ്ത് ഗ്രാജുവലി കണ്ടൻസറിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. ഈ ഒരു കണ്ടൻസറിൽ ഹോട്ട് ആയിട്ടുള്ള വാട്ടർ ഇതിലൂടെ എക്സ്പെൽ ചെയ്തിട്ട് കോൾഡ് ആയിട്ടുള്ള വാട്ടർ ആൻഡ് ഈ ഒരു കണ്ടൻസറിലൂടെ ഗ്രാജുവലി ഈ ഫ്ലാസ്കിലേക്ക് ഫിൽ ചെയ്തു. ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു കൂളായിട്ടുള്ള ഈ വാട്ടർ വേപ്പർ ഗ്രാജുവലി ബയോമോളിക്യൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 വീക്കിന് ശേഷം നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു റെഡിഷ് കളറായിരിക്കും ഇവിടെയുള്ള ഒരു വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ഗ്രാജുവലി ഈ ഒരു വാട്ടറിൽ അമിനോ ആസിഡ്സിൻ്റെ അളവ് അടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന്, ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്നും ഓർഗാനിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഇസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. സോ ഈ ഒരു പ്രോട്ടീനെ ഉണ്ടാക്കിയത് നമ്മൾ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്നുമാണ് പ്രോട്ടീനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.